കേരളത്തിലെ ന്യൂനപക്ഷ ജാതിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മതത്തിന്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങൾ അടിച്ചുമാറ്റുന്നുവെന്ന് കെ സുരേന്ദ്രൻ. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന പേരിൽ സാമ്പത്തികമായി മുന്നോക്കാവസ്ഥയിലുള്ള മുസ്ലിങ്ങൾ പല മതവിഭാഗങ്ങളിലെയും വളരെ സാമ്പത്തികമായി പരിതാപാവസ്ഥയിൽ ഉള്ളവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൂടി തങ്ങളുടേതാക്കി വശപ്പെടുത്തി അനുഭവിക്കുകയാണ് എന്ന വിവാദപരമായ പരാമർശവുമായാണ് സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കേരളം ഒട്ടാകെ ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കണമെന്ന്, ഇതിന് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇന്ത്യ ഒട്ടാകെ മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ വിത്തുകളാണ് കേരളത്തിലേക്ക് കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള BJP അണികൾ വഴി നട്ടുവളർത്താൻ ശ്രമിക്കുന്നത്. കേരളത്തിന് ജാതിയും മതവും ഒന്നുമില്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യത്വപരമായ സമീപനങ്ങളിലൂടെയും ചേർത്ത് പിടിക്കലുകളിലൂടെയും മറ്റു സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും പോലും മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിലാണ് വർഗീയതയുടെ വിഷവിത്തുകൾ അധികാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ BJP പാകി വളർത്താൻ നോക്കുന്നത്. മുസ്ലിങ്ങൾ കൂടുതലും താമസിക്കുന്ന മലപ്പുറം ജില്ലയെ പോലും സുരേന്ദ്രൻ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. ശബരിമല വ്രതാനുഷ്ഠാനം തുടങ്ങുന്ന കാലത്തൊന്നും കേരളത്തിലെ ഒരു ജില്ലകളിലും മത്സ്യമാംസാദികൾ വിൽക്കാൻ പാടില്ല എന്ന ഒരു ഹോട്ടലുകളെയോ കച്ചവട സ്ഥാപനങ്ങളെയോ വിലക്കാറില്ല. എന്നാൽ മുസ്ലിങ്ങൾ നോമ്പ് നോക്കുന്ന ഒരു മാസം മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം പോലും ഒരു മനുഷ്യർക്കും കൊടുക്കില്ല എന്ന ആക്ഷേപമാണ് മുസ്ലിം സമുദായത്തിനെതിരെ സുരേന്ദ്രൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഫാസിസ്റ്റ് സമീപനമാണ് എന്നും ശബരിമല തീർത്ഥാടന സമയത്തൊക്കെ വ്രതമനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്നില്ല എന്നും, എന്നാൽ മുസ്ലിം നോമ്പുകാലത്ത് ഒരാൾ പോലും ആ നോമ്പിന് വിപരീതമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ദുർവാശിയാണ് അവർ കാണിക്കുന്നത് എന്നും ഇതൊരു തരം അടിച്ചേൽപ്പിക്കലാണെന്നുമാണ് സുരേന്ദ്രന്റെ പക്ഷം. മുസ്ലിങ്ങൾക്കിടയിൽ വാക്സിൻ എടുക്കുന്നില്ല എന്നും വാക്സിനെതിരെയുള്ള ബോധപൂർവമായ ക്യാമ്പയിൻ നടത്തുകയാണ് എന്നും മതം പറയുന്നത് മാത്രം തലയിൽ കയറ്റി വെച്ച് നടക്കുന്ന വിഡ്ഢികളാണ് മുസ്ലിങ്ങൾ എന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ആശുപത്രിയിൽ പോകുന്നതും മരുന്ന് കഴിക്കുന്നതും ചികിത്സാ സംവിധാനത്തെ പോലും മുസ്ലിങ്ങൾ മാറ്റിവെച്ച് മതം പറയുന്നത് മാത്രം കേട്ടാണ് ജീവിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്ന സുരേന്ദ്രൻ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തിനെയും വലിയ തോതിൽ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇതിനൊക്കെ കുടപിടിക്കുന്ന കൂട്ടരാണെന്നാണ് സുരേന്ദ്രന്റെ ആക്ഷേപം. പശുവിനെ മാതാവായി കണ്ട് പശുവിന്റെ മൂത്രം തളിച്ചും ഒരൽപ്പം കുടിച്ചാൽ എല്ലാ രോഗത്തിനും ശാന്തി ലഭിക്കുമെന്ന് കരുതിയും നടക്കുന്നവരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. കുംഭമേള എന്ന പേരിൽ നടത്തിയ മനുഷ്യപുരുതിയിൽ ആയിരങ്ങൾ മുങ്ങി നിവർന്ന് മലീമസമായ ജലത്തിൽ കുളിച്ചാൽ മാത്രമേ പാപങ്ങൾ ഇല്ലാതാകൂ എന്നും ദൈവാനുഗ്രഹം കിട്ടി മനുഷ്യൻ സ്വർഗം നേടൂ എന്നും വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടം അതിതീവ്ര ഹിന്ദുമത വിശ്വാസികളാണ് മറ്റൊരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തിനെ താറടിച്ചു കാണിക്കുവാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമൊക്കെ അവർക്കുമേൽ അടിച്ചേൽപ്പിച്ചു വെക്കുന്നത്. ഇത്രയും മുസ്ലിം വിരുദ്ധത കഴിഞ്ഞ കാലം വരെ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് കേരളത്തിലും ഇത്ര കണ്ട് വ്യാപിച്ചത് BJPയുടെ കേരളം പിടിച്ചെടുക്കാനുള്ള അന്തർധാര ചർച്ചകളുടെ ഭാഗമായി മാത്രമാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ ചല്ലിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരു പറ്റം മത തീവ്രവാദികളുടെ വായിൽ നിന്ന് വരുന്ന ദുഷിച്ച വാക്കുകൾക്ക് കേരളത്തിലെ മതഭ്രാന്തില്ലാത്ത പച്ചയായ മനുഷ്യർ ഇരകളായി പോകും. എന്നാൽ സുരേന്ദ്രൻ പറയുന്നതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അങ്ങനെയല്ല എന്നും, രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം പച്ചവെള്ളം കിട്ടില്ല എന്നും തറപ്പിച്ചു പറയുകയാണ് സുരേന്ദ്രൻ. പല സ്കൂളുകളിലും നോമ്പുകാലത്ത് ഉച്ചക്കഞ്ഞി പോലും മുസ്ലിങ്ങൾ മുടക്കി എന്നാണ് സുരേന്ദ്രന്റെ മറ്റൊരു വാദം. രക്ഷകർത്തൃ സമിതി രൂപീകരിച്ചുകൊണ്ട് കഞ്ഞി വിതരണം നടത്താൻ പാടില്ല എന്ന തീരുമാനം കൈക്കൊണ്ടതിന്റെ പേരിൽ മറ്റു കുട്ടികൾ പോലും പട്ടിണിയിരിക്കേണ്ടി വരുന്നു എന്നും സുരേന്ദ്രൻ ആരോപിച്ചു.